അപ്പോൾ വെൽക്കം ബാക്ക് ടു സോൾട്ട് ലൈം. അപ്പളേ എന്താ ഒന്നുമില്ല കുഞ്ഞ മമ്മി പറഞ്ഞി ബാക്കിലെ കുഞ്ഞൻ പറയേ കുഞ്ഞനും വേണ്ടിട്ട് മമ്മ വന്നിരിക്കല്ലേ. ഇതാ ഇവക്കുള്ളത് ഈ സ്വകാര്യം മറന്നുപോയി. ഇപ്പൊ എന്റെ ചെവി പറഞ്ഞ സാധനം മറന്നുപോയി. എന്താ പറയേണ്ടതാണെന്ന് പറഞ്ഞെടുക്കി പ്ലീസ്. ഒന്നുമില്ല, ഓള് 2025 അവക്ക് എന്തൊക്കെയാണ് ഉണ്ടായതെന്നും 2026 ആഗ്രഹങ്ങളും എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പറയുമ്പോഴത്തേക്ക് അത് എന്താ പറയാ ലോങ് ആവുന്നതിനെ കൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞോ. പിന്നെ കുറേ കാര്യങ്ങളും നമ്മളെ യൂട്യൂബേഴ്സിനെ പറ്റി യൂട്യൂബിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. കുഞ്ഞനോട് മമ്മ ഒരു കാര്യം പറഞ്ഞുതരാം. ലൈവില് കളിക്കുന്ന മാതിരി ഇങ്ങനെ പെടഞ്ഞിട്ടുള്ള കളി കളിക്കരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. മമ്മന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യരുത്. ഇപ്പൊ കണ്ടില്ല, ഇതെടുത്ത് അതൊക്കെ മമ്മീനോടുള്ള സ്നേഹം കൊണ്ട് മന്ത്രവാദി കളിച്ചതാ. അല്ല, ഇത് മുത്തുവിൻ്റെതാണ്. ഞാൻ മുത്തു വന്നിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കും, അറിയാലോ. അതാ പൊന്നൂസ എന്നോട് എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ആവാണ്ട് ഇത് ഇവിടെ വരെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ പറഞ്ഞു പൊന്നൂസിനോട്, ഇങ്ങനത്തതൊക്കെ ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യുന്ന കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു പൊന്നൂസ് എങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ലോങ് വീഡിയോ അല്ലെ ഷോർട്ട് വീഡിയോ ആയിട്ട് മോൾ ഇട്ടിട്ട് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞു. എവിടെ നോക്കിയാലും ഈ ഒരു സുന്ദരിയാണെന്നാ പറയല്. ഇതിനെ ഞാൻ എന്താ ചെയ്യാ? എന്റെ കുട്ടനെ അവിടെ വെച്ചാൽ പറയാളെന്നാ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തേക്ക്. എന്റെ കുട്ടി കുറെ ആൾക്കാർ ഇതെന്ത് ലാഗ് അടുപ്പിക്കില്ലെന്ന് പറയും. അങ്ങനെയാണ്. അപ്പം എന്റെ 2025 ഫസ്റ്റ് ആഗ്രഹം എന്താണ്? 2026 ആണ് ഇത് കുഞ്ഞ്. 2025 കുട്ടിക്ക് എന്തൊക്കെയാണ് 2025 എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ആയിരുന്നു 2025 കുട്ടിക്ക്? മുത്തുവിൻ്റെ അടക്കം പറയാം. മുത്തുവിൻ്റെതൊക്കെ കുട്ടിക്ക് ഹാപ്പിയുള്ള കാര്യമല്ലേ. 2025 നമുക്ക്, അതായത് പൊന്നൂസിന് ഉണ്ടായ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, സങ്കടമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? സങ്കടമുള്ള കാര്യങ്ങൾ പറയാം. സങ്കടമുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മമ്മൻ്റെ അറിവിലൊന്നും വന്നിട്ടില്ല. കുട്ടിക്ക് വന്നിട്ടുണ്ടോ സങ്കടമുള്ള എന്തെങ്കിലും? എന്നാ പറഞ്ഞൂടെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ താത്ത ഒരു 2025 ഒരു വലിയൊരു ഇൻസ്റ്റഗ്രാമറും ഒരു യൂട്യൂബറുമായി. എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ താത്തേൻ്റെയിലൂടെ ഞാനൊരു ഇൻസ്റ്റഗ്രാമറായി. പിന്നെ കണ്ടിട്ട് കുട്ടിക്ക് അതുപോലെ ആവണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ ഗൈസ് ഒരു സങ്കട വാർത്ത എനിക്ക് നടന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? സങ്കടം നടന്നത് എന്താ വെച്ചാല് ഞാൻ അത് പറയരുത് മമ്മ. എനിക്ക് റിയാൽ വഹീബി പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ 3000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്ക് പോയി. പിന്നെ അത് എവിടെ നോക്കിയിട്ടും എന്താ കിട്ടുന്നില്ല. അതെനിക്കൊരു വളരെയധികം വല്ലാത്തൊരു സങ്കട വാർത്തയായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയാം കുഞ്ഞമ്മ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഒരു സങ്കടം തരുമ്പം അതിനും വലിയൊരു സന്തോഷം പഠിച്ചോൻ തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു സങ്കടം നമുക്ക് തരുന്നത്. കുട്ടിയെ സംബന്ധിച്ച് അതൊരു സങ്കടമാണെന്ന് കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ലൊരു വലിയൊരു കാര്യം വരും. അതിനു വേണ്ടിയിട്ട് അതാണെന്ന് വിചാരിക്കുക. പിന്നെ പറഞ്ഞോ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് എങ്ങനെയാണ്, അതെങ്ങനെയാ റീച്ച് ആയത് ഒക്കെ പറഞ്ഞേക്ക്. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയത് ഒരു കോമഡി നടന്നിട്ടാണ് കേട്ടോ. എൻ്റെ താത്തൻ്റെ സഹായം ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം തുടങ്ങിയാൽ ആരും സഹായം വേണ്ടി ഒറ്റക്കാ തുടങ്ങിയത്. സത്യമാണ്, എൻ്റെ കുട്ടി ഒറ്റക്ക് തുടങ്ങിയതാണ് ഇൻസ്റ്റാഗ്രാം. അത് പിന്നെ അതില്ലേ എങ്ങനെയാണെന്നറിയാം, തുടങ്ങിയത് രാത്രി 1 മണിയോ 2 മണിക്കൊക്കെയാണ് തുടങ്ങിയതും ഇൻസ്റ്റഗ്രാം. എൻ്റെ മമ്മക്ക് പാതിര ക്രേവിങ്സ് ഉണ്ട്. എൻ്റെ മമ്മക്ക്, എനിക്കുണ്ട് കേട്ടോ പാതിര ക്രേവിങ്സ്. അപ്പൊ മമ്മിക്ക് നല്ലോണമുള്ള സാധനമാണ് ഈ പാതിര ക്രേവിങ്സ്. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണമല്ല, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്നാം.
അതാണ് എൻ്റെ ഉമ്മൻ്റെ പാതിരാ ക്രേവിങ്സ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എൻ്റെ ഉമ്മ പുലർച്ചെ 5 മണിക്കൊക്കെ എണീച്ചാളും. എന്തിന്? തിന്നാൻ വേണ്ടി. മമ്മി എണീക്കലും പുലർച്ചെ 3 മണിക്കൊക്കെയാണ്, പക്ഷെ ഉറങ്ങാൻ പോലാണ് പുലർച്ചെ 5 മണിക്കിട്ട്. ഞാൻ പറഞ്ഞത് എന്താണ് അപ്പൊ ഞാന് പെട്ടെന്ന് തുടങ്ങിയതാണ് ഇൻസ്റ്റഗ്രാം. എന്താ വെച്ചാല് മമ്മി ഇങ്ങനെ എണീച്ചോമ്പളേ എനിക്ക് ഫോൺ കളിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ മമ്മി എണീച്ചോമ്പോ അമ്മ അറിയാതെ ഞാൻ ഫോൺ എടുക്കും. അന്ന് തൊട്ടടുത്തത് വേറെ എപ്പോഴും എടുത്തിട്ടൊന്നില്ലേ. സത്യം പറഞ്ഞു സൂക്ഷിക്കാം. പറഞ്ഞോ വലിയ കുഞ്ഞാ പറഞ്ഞൂട്. അപ്പൊ ഞാൻ എടുത്ത് എന്നിട്ടതില് ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാന്ന് യൂട്യൂബിൽ ഒന്നിനും നോക്കിയില്ല. ഞാൻ അവർക്ക് മേക്ക് ന്യൂ അക്കൗണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതിന്. അത് അവർക്ക് ഇതാക്കി കൊടുത്ത്. അപ്പോള് പേരൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആലിബ്രിയാന്നും കൊടുത്ത്. പിന്നെ മുന്നേ നടന്ന മുത്തൂന്റെ അടുത്തൊക്കെ വന്നില്ലായിരുന്നോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാൻ? അതൊക്കെ ഉണ്ടേനു. അതൊക്കെ പറയാം. അപ്പം ഞാൻ ചെയ്തു. അപ്പൊ എന്റെ ഇത്താത്തിന്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, മുത്തു പ്ലീസ് മുത്തു എനിക്കൊരു പേരിടാൻ കിട്ടുന്ന, ഞാൻ മുത്തു ഒന്ന് ഇട്ടരുന്ന്. അപ്പോഴുണ്ടോളെ ഫല്ലടിക്കോ ഫൺചക്കളിയോ അറിയില്ല. മമ്മ ഇതില് ആരും അല്ല, മമ്മ ഇതില് വന്നിട്ടേ ഇല്ല. ഫല്ലടിക്കുന്നായിരുന്നൊരു ഇതിട്ടെന്ന്. അപ്പൊ എനിക്കൊരു ദേഷ്യം വന്നോളോട്. അപ്പൊ ഞാൻ എന്താക്കി, ആലിബ്രിയാന്ന് കൊടുത്ത്. പിന്നെ പിറ്റേ ദിവസം 33 പിന്നെ ഞാൻ കുറച്ച് അതിലില്ലേ തുടങ്ങിയ പാടന്നെ വീഡിയോ മമ്മ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അത് വന്ന് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, എന്നെ വെറുപ്പിക്കും, മമ്മ ഒന്ന് പറ മുത്തുവിനോട് വീഡിയോ എടുത്തരാൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മുത്തുവിനെ പറഞ്ഞു, മുത്തു ഒരു കാര്യം ചെയ്യും, ഈ ഏതായാലും വൈറലായിട്ടുണ്ട്, ഓക്കും കൂടി ഒരു ആഗ്രഹമല്ലേ ഈ ഒന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മുത്തു വെറുതെ ഒരു എന്താ പറയുക ഒരു മേക്കപ്പ് പീരിയഡ് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു മേക്കപ്പ് വീഡിയോ എൻ്റെ കുട്ടീൻ്റെ ടേണിംഗ് പോയിന്റ് ആയത് കേട്ടോ. ആ ഒരു മേക്കപ്പ് വീഡിയോ. ഒന്നാമത് ഇവിടെ സംസാരം അത് ഭയങ്കരമായിട്ട് വൈറലായി. പറഞ്ഞു കൊടുത്ത ആള് മുത്തുവാണ്, അവളെത്താത്താണ് റനാണ് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറ അങ്ങനെ പറയാന്ന്. അപ്പൊ അത് ഈ ഒരു വോയിസിൽ, ഈ ചോട്ട വോയിസിൽ അതങ്ങോട്ട് കത്തി കയറി. അത് 6.7 ആയോ അറിയില്ല. 6 മില്യൺ അബോവ് എന്താ പറയാ 6 മില്യൺ അബോവ് വ്യൂവേഴ്സ് വന്നു. പിന്നെ അതങ്ങനെ കയറി പിന്നെ ആ ഒരു വീഡിയോ കണ്ട് കുറേ കൊളാബ്സ് വരാൻ തുടങ്ങി. ഫോളോവേഴ്സൊക്കെ ഇങ്ങനെ കയറി വരുന്നു. അങ്ങനെ ഒരുപാട് കൊളാബ്, കുറേ കുട്ടി ചെറിയ പേയ്മെൻറ്റിൻ്റെ കൊളാബ്, ചെറിയ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പേയ്മെൻറ്റിൻ്റെ കുറേ കൊളാബ് ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇതാ ഇന്ന് അവക്ക് 38K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലായി. ചിരിക്കണ്ട. 38K ഫോളോവേഴ്സ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇതാ ഇന്നായി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൾക്ക് അത്രയും ഫോളോവേഴ്സ് ആയത്. ഇനിയും ഉയരങ്ങളിൽ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എത്തും. നല്ല മോളാണ്. പിന്നെ എനിക്ക് വേറൊരു സങ്കടം ഉണ്ട്. ഇനി എന്താ വെച്ചാല് പിന്നെ ആ സങ്കടം പിന്നെ വല്ലാത്തൊരു സന്തോഷം കൂടി ആയിട്ടോ. എന്റെ 10ാം വയസ്സത്തെ ബർത്ത്ഡേ. എന്താ റബ്ബിന് കരിപ്പിക്കാൻ ഇനി ബാക്കി ചെയ്യൂ. 5 ദിവസത്തെ കണ്ണീര് തീർത്തന്നോര്. ആ മുത്തു എന്ന ആ കുട്ടി ഉണ്ടല്ലോ, ഒരു ഫേസ് ഷീറ്റും പിന്നെ 2 ഈ ഡയമണ്ട് അണ്ടിയില്ല, ഇത് എത്ര ഉള്ളൂ ലിപ്സ്റ്റിക്ക്, അത്ര ലിപ്സ്റ്റിക്ക് എടുത്ത് നിൽക്കണേ ഞാനൊരു മനുഷ്യനല്ലേ അല്ലേ? അപ്പോ ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാച്ചാൽ എന്തൊരു കഷ്ടാ. അപ്പൊ പിന്നല്ലേ ഞാൻ കരഞ്ഞ് എൻ്റെ വല്യമ്മനോ പറഞ്ഞ് എനിക്കൊരു ബൂസ്റ്റ് ഉണ്ടാക്കി തരാൻ. അപ്പം എൻ്റെ മമ്മനെ വിളിച്ചുണ്ടായപ്പോൾ ആ ദേഷ്യം ഉണ്ടല്ലോ എനിക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു സ്റ്റെപ്പൊക്കെ കയറിയത് നോക്കിയിട്ട് റൂമിൽ കയറിയപ്പോഴോ ഞാൻ സ്വർഗലോകം കണ്ടുപിടിച്ചതല്ല, കണ്ടു. അത് ഞാൻ പറഞ്ഞു കൊടുക്കാം.
അത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് ഇവള് എന്നോട് എപ്പോഴും പറയും മമ്മ എനിക്ക് സർപ്രൈസ് വേണം, എനിക്ക് സർപ്രൈസ് വേണം, എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് വേണം എന്ന് പറഞ്ഞു. അപ്പം എപ്പോഴും പറയും. പക്ഷേ ഈ ഒരു സർപ്രൈസ് ഓൾ പ്രതീക്ഷയില്ല. അപ്പം ഇവളെ വിചാരം എന്താണ്, ശരിക്കും മുത്തു നോക്കുക ആ 2 കുഞ്ഞ് സ്റ്റുഡിയോയിലെ കുഞ്ഞ് 2 അത് ആ വീഡിയോ വൈറലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നറിയില്ല. റനൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട്, റനൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഉണ്ട്. ഭയങ്കര വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ്. കുറേ ആൾക്കാർ പറഞ്ഞു കുട്ടീനെ എന്തിനാ അങ്ങനെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി വ്യൂവേഴ്സ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ചോട്ടക്കറിയില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് 12 മണിയാവുമ്പോൾ ഈ ഒരു ഗിഫ്റ്റുമായിട്ട് മറ്റേ കുറേ ഗിഫ്റ്റ് അതിൻ്റെ മുന്നേ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ, വേറെ ഒരാൾക്കും അറിയില്ല. അപ്പോൾ ഇവിടെ അന്ന് ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തു വന്നിട്ട് 2 സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക്കും ഒരു കുഞ്ഞെന്തൊക്കെ സാധനം വന്ന് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണുണ്ടെന്ന് കണ്ടപ്പോൾ ഇവളെന്ത് പണി ചെയ്ത് ആ വീഡിയോൻ്റെ മുന്നിൽ ഇവള് ചിരിച്ചു. ഓ ഇഷ്ടമായി, ആണ് ഓ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കാണിച്ചു. ഉള്ളിൽ ഒത്തിരി സങ്കടം വെച്ചിട്ടാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആ ഫേസിലുണ്ട്. വീഡിയോ ഓഫാക്കിയ പാടെന്നെ കരഞ്ഞ് അങ്ങോട്ടൊക്കെ ഇല്ല, ഇത് കണ്ടോ ഇങ്ങനത്തെ ഗിഫ്റ്റാണ് തന്നത് അത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ല. അപ്പം ഇവള് റൂമിൽ ഫുള്ള് ഇവക്കുള്ള ഗിഫ്റ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗിഫ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുത്തു എന്ന് പറഞ്ഞാൽ റനനാണ് കേട്ടോ. ഞങ്ങൾക്ക് റന എന്നുള്ള പേര് വായിൽ വരൂല, അതുകൊണ്ടാണ് മുത്തു എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് കരഞ്ഞെല്ലാം ഇരുന്ന സമയത്ത് ഇവള് മാമൻ്റെ അടുത്തുനിന്ന് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ബൂസ്റ്റ് ആക്കി കുടിക്കുന്ന സമയത്താണ് എനിക്കറിയില്ല താഴത്തെ അവൾ ബൂസ്റ്റ് ആക്കി കുടിക്കേണ്ടതെന്ന് ഞാൻ അറിയില്ല. അപ്പോഴാണ് ഞാൻ ഓളെ വിളിക്കുന്നത്, പൊന്നൂസേ വാ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നത്. സംഭവം ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ റൂമിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അവൾ കരഞ്ഞിട്ടൊക്കെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ വാതിൽ തുറക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അപ്പോൾ പിള്ളേരെ കൂടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അതിൽ ഇവള് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇത്രയും സാധനം കണ്ട് ഒത്തിരി സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞ് അപ്പം തന്നെ മുത്തു പറഞ്ഞത് ഗിവ് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. ഇവക്ക് പിന്നെ അത് ശരിക്കും ഒക്കെ ഉള്ളതാണോ അല്ല വേറെ ആർക്ക് കൊടുക്കുന്നതാണോ എന്നുള്ളത് അറിയില്ല. ശരിക്കും പറയാൻ 10-ാം വയസ്സിൽ ആർക്ക് കരയിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒത്തിരി ഒരുപാട് കരഞ്ഞിട്ട് ഈ ഒരു ബർത്ത്ഡേക്ക് ഒത്തിരി കരഞ്ഞിട്ടുള്ളതാണ്. അതാണ് സംഭവം ഓള് പറയുന്നത്. ഒത്തിരി സന്തോഷം. പിന്നെ ഗൈസ് ഒരു കോമഡി തട്ടി കരിയെന്നെടുക്കാൻ എൻ്റെ കാക്ക വല്ലാണ്ട് എന്നെ പുന്നാരിച്ചു. അപ്പൊ എൻ്റെ കണ്ണിങ്ങോട്ടേക്ക് പോയി ചെറുതായിട്ട്. അപ്പൊ മമ്മി മൊത്തം കൂടി ഇങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം വരാണ്ട്. ഇനി 2026 അല്ലേ? 2025 എന്നെ മുത്തുവിന്റെ ഇന്റർവ്യൂ 2025 റനക്ക് ഇന്റർവ്യൂ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്റർവ്യൂ വന്നു. അപ്പൊ ഇതോ എന്നാ വാഷ്റൂമിൽ പോയിട്ട് നമ്മൾ അടുത്തെടുക്കട്ടോ. അങ്ങനെ ഞാൻ വന്നു. അപ്പൊ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മളെ ബസ് സ്റ്റോപ്പ് പോയത് മുത്തുവിന്റെ ഇന്റർവ്യൂ പറഞ്ഞോ. അങ്ങനെ ആ ഇന്റർവ്യൂ എനിക്ക് വന്നതല്ലേനു, എൻ്റെ ഉത്താത്തേക്ക് വന്നതേനു ജാങ്കോ സ്പേസ്. അത് ഞാൻ പ്രതീക്ഷ എടുക്കുന്നു. അത് സംഭവം മമ്മ പറയണോ? അത് മുത്തുവിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ജാങ്കോ സ്പേസ് ടീം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവൾ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഫസ്റ്റ് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളടുത്തൊക്കെ പോവാനും ഭയങ്കര ചമ്മലും അതും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പ്രിയ. റനന പോലല്ല. അപ്പം ജാങ്കോ സ്പേസ് വന്നു. അനിയത്തിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് ഇവളപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് സംഭവം. അങ്ങനെ അനിയത്തി പോയി. അനിയത്തി ആദ്യം എങ്ങനെ കളിച്ചത് നാണം കൊണ്ട് അങ്ങോട്ട് കളം വരിക്കുക എന്നുള്ള ലെവലില് ആള് മിണ്ടാനും പിടിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഒരു വിചാരിച്ചോ അനിയത്തിനെ വിളിച്ച് കുടുങ്ങിയല്ലോ എന്നുള്ളൊരു ഇത് ചിലപ്പോൾ അവരുടെ മൈൻഡിൽ വന്നിട്ടുണ്ട്. കാരണം അവളൊന്നും മിണ്ടുന്നൊന്നുമില്ല.
കുറച്ചങ്ങോട്ട് ടൈം വന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ആ ഇൻ്റർവ്യൂ ശരിക്കും എല്ലാവരും വിചാരം റിയക്ക് വേണ്ടിയിട്ട് വന്ന ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിച്ചു. ലാസ്റ്റ് റിയ ആണ് അതിൽ ആ ഇൻ്റർവ്യൂവിലെ മെയിൻ ആളായതും എല്ലാം. ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്നപ്പോഴും റിയ കുട്ടീനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ വന്നു. അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഉള്ള ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ബിഗ് ബോസ് പോയിൻ്റെ ശേഷം അല്ല അതിൻ്റെ മുന്നേ തന്നെ അല്ല എടുത്തത്, അതിൻ്റെ മുന്നേ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. അവർ തന്നെ അതിലും പൊന്നൂസ് അന്നയിനും വൈറൽ താരം. അങ്ങനെ പൊന്നൂസ് 2025 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, അതായത് മുത്തൂന് വന്ന ഇൻ്റർവ്യൂ പൊന്നൂസ് അറ്റൻഡ് ചെയ്തതുപോലെ കട്ടെടുത്തുകൊണ്ടേ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും പൊന്നൂസ് എടുത്തു. ഇനി നെക്സ്റ്റ് 2025 അങ്ങനെ കഴിഞ്ഞു. പൊന്നൂസിന്റെ നല്ലതൊന്നും ഇല്ല. ഇനി അടുത്ത 26-ന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞേക്ക്. 26-ൽ നമ്മൾ ഫസ്റ്റ് പോവാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ 2026-ൽ എനിക്ക് കുനാഫ ചോക്ലേറ്റ് കിട്ടി ഗയ്സ്. എന്റെ കുട്ടക്കാരായിട്ട് പറയും 2026-ല് എന്റെ കുട്ടീന്റെ ആഗ്രഹങ്ങളാ അല്ല സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങള്. എനിക്ക് 2026 സ്റ്റാർട്ട് ചെയ്ത് തന്നെ കാര്യമായിട്ട് ഞാൻ പറയാം കേട്ടോ, തമാശാക്കരുത്. ഇല്ല പൊന്നു, ഓറഞ്ച് ജ്യൂസും മിൽക്ക് കേക്കും ആയിട്ടാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെ നമുക്കില്ലേ അല്ലേ? നമുക്കില്ലേ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ, ഓരോ ഹാപ്പിയാണ്. നമുക്ക് ഈ ഒരു അങ്ങനെ എന്തോ ഒരു മനസ്സിനൊരിത്. ജാനുവരി ന്യൂ ഇയർ ഉണ്ടാകുന്ന സമയത്ത് 12 മണിക്ക് മധുരം കഴിക്കണം എന്ന് എൻ്റെ ഒരു വിശ്വാസം, എനിക്കൊരു ഇതുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓറഞ്ച് ജ്യൂസും മിൽക്ക് കേക്കും കഴിച്ചിട്ടാണ്. പക്ഷെ ഞാൻ എൻ്റെ ഇക്കാക്ക് സ്റ്റാർട്ട് ചെയ്തത് 12 മുന്തിരിയിലൂടെയാണ്. 12 മുന്തിരിയിലൂടെ പറഞ്ഞു 12 ആഗ്രഹങ്ങൾ പറഞ്ഞാൽ 12 ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 12 മുന്തിരി തിന്നാലല്ല 12 ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ടത്. എന്താ വെച്ചാല് നമ്മളിപ്പോ 12 മണിക്ക് കൃത്യം 12 മുന്തിരി 12 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ഓരോന്ന് തിന്നു കഴിഞ്ഞാലേ ആ നടക്കൂന്ന് അറിഞ്ഞ് ഞാൻ പിന്നെ ഓരോ ഡൈപ്പ് ഇങ്ങനെ വിട്ടു. ഡൈപ്പ അവിടെ കുറച്ചും കൂടെ മുന്നോട്ട് ഇരിക്കും ബാബാ. ബാക്കോട്ടേക്ക് ഇരിക്കാനല്ല പറഞ്ഞേ, അല്ല മുമ്പോട്ടേക്ക് ഇരുന്നാലല്ലേ കാണുള്ളൂ. ഓക്കെ. പിന്നെ ആ ഓറഞ്ച് ജ്യൂസും അതിലൂടെയും പിന്നെ ഞാൻ തിന്നാൻ തുടങ്ങിയത് കുനാഫ ചോക്ലേറ്റ്. അത് ഞാൻ സീരിയസ് ആയി പറയാം. കാര്യങ്ങള് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളും അതൊക്കെ പറ. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുനാഫ ചോക്ലേറ്റ് ശരിക്കും ഉണ്ടായിരുന്നു. മമ്മ വാങ്ങി തന്നു, ഈ കഴിച്ചും ചെയ്ത്. ഓക്കെ. പിന്നെ എനിക്ക് ആഗ്രഹങ്ങളായിട്ടുള്ളത് ഓർബോൺ എന്ന് പറയുന്ന സാധനം എന്താണ് ഒരു സൈക്കിള് പോലത്തെ, പക്ഷെ നമ്മൾ നിന്നാല് അങ്ങനെ കൊണ്ടു നമ്മളെ ബാലൻസ് വേണം അതിന്. പിന്നെ എൻ്റെ ഇക്കാക്കുണ്ടായതിനെ കൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തന്നോളൂ അല്ലേ. പിന്നെ 100K അത്ര വലിയ അത്യാഗ്രഹം ഇല്ല. 100K അല്ലെങ്കിൽ 50K. 50K ആണെന്ന് എനിക്ക് ഭയങ്കര പൂതിയുണ്ട്. എന്റെ കുട്ടി സ്റ്റാർട്ട് ചെയ്ത എത്ര പ്രാവശ്യം പറയുന്നു മമ്മ? എനിക്ക് മനസ്സിലായില്ല സ്റ്റാർട്ട് ചെയ്യുന്ന എന്താന്ന്. കുഞ്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം കഴിഞ്ഞ വർഷം പൊന്നൂസ് തുടങ്ങിയത് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഈ വർഷം നമ്മൾ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നല്ലോണം സബ്സ്ക്രൈബറൊക്കെ കയറണമെന്നും. നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയും 300 ആയോ? ആയിട്ടില്ല. 285 ആയി അല്ലേ മമ്മ? അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്താ പിന്നെ എനിക്കാണുള്ളത്. ചെയ്തല്ലേ പിന്നെന്താ? പിന്നെ മമ്മി പറയും. അപ്പോൾ 2026 തുടങ്ങിയത് യൂട്യൂബ് ചാനലാണ്. ഒത്തിരി ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. അവൾക്ക് വൈറലാവണം, വൈറലല്ല അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞതായിരുന്നു, മമ്മ ഞാൻ 50K കൊല്ലം അടിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വാങ്ങി തരും? ഞാൻ പറഞ്ഞോ
കുഞ്ചു പറഞ്ഞു, കുഞ്ചു പറയുന്ന സാധനം അമ്മ വാങ്ങി തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ടൈമും കൊടുത്തു, December 31st ദിസ് ഇയർ എൻ്റെ December 31st 12 മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെൻ്റെ പൊന്നൂസിന് 50K ആവുകയാണെങ്കിൽ ഹോർമോൺ January 1 മമ്മ വാങ്ങി തരുന്നത്. കുട്ടി ഓൾ പറഞ്ഞ സാധനം, എനിക്ക് ഈ സാധനത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഹോർമോണോ എന്താണ്? ഹോർമോൺ എനിക്ക് തോന്നുന്നത് ഹോർമോൺ ആണ് കേട്ടോ. ഹോർമോണോ എനിക്കറിയില്ല. ആ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോണ ഒരു സാധനം. പിന്നെ അതിനെക്കാട്ടി മുന്നേ ആയാൽ അതിന്റെ പിറ്റേന്ന് എനിക്ക് വാങ്ങി തരും. എപ്പോഴാണ് അവിടെ അപ്പൊ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഓളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങള് അല്ലേ? ഏറ്റവും വലിയ ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മന്നോണ്ട് നിക്കണം, അതോളെ സ്വഭാവമാണ് ഇട്ടൊന്നും വിചാരിക്കരുത്. പിന്നെന്താ, ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ ഉമ്മ മമ്മി ഇങ്ങനെ മുഖം വെച്ച്, അയ്യോ ഞാൻ അറിയാതെ വെച്ചു പോയതാണ്, മമ്മ അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മള് ഏറ്റവും പൊന്നൂസിന്റെ ഏറ്റവും വലിയ വേറൊരു ആഗ്രഹം ഈ മാസം നടക്കാൻ പോകുന്നുണ്ട്. എന്താണ് ഓർത്തിട്ട് പറയുകയാണെങ്കിൽ മാത്രം. ഈ മാസോ? അത് വേറെ ഒന്നല്ല, ഞങ്ങൾ ഈ മാസം കാശ്മീർ പോകുന്നതിൻ്റെ കുറേ വീഡിയോസ്, ഞങ്ങൾ അവിടുത്തെ കുറേ കാഴ്ചകളും കുറേ അതും ഇതും എല്ലാം ഓൺ വോയിസ് കൊടുക്കാൻ പറ്റും, ഓൺ വോയിസ് കൊടുക്കും. അല്ലാതെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന വോയിസ് ഓവർ കൊടുത്തിട്ട് കുറേ ഞങ്ങളൊരു 2 വീക്സിലൊരു 10 days ഡൽഹി, ആഗ്ര, കാശ്മീർ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രയിൽ പോവാൻ. ആഗ്ര പോയിട്ട് കുട്ടിക്ക് എന്താ കാണണ്ടേ? താജ്മഹലിന്റെ പ്രത്യേകത എന്താ? താജ്മഹലിന്റെ പ്രത്യേകത ഹൈലൈറ്റ് മാളിന്റെ അത്ര വലിപ്പുണ്ടാവും. താജ്മഹലിന്റെ പ്രത്യേകത എന്താന്ന് അറിയില്ല കുട്ടിക്ക്? താജ്മഹലാണ് അതിന്റെ പേര്, അതാ പ്രത്യേകത. അതിന്റെ ഒരു പ്രത്യേകത ഇല്ല താജ്മഹലിന്. ട്രെൻഡിങ് ആണ് താജ്മഹൽ. എനിക്കറിയില്ല, എന്താ പറയാ? എന്താ കുട്ടി നിന്നാ താജ്മഹല് ഞാൻ ഒരു കുറേ വലിയ കഥ മമ്മ ഉറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയാൻ നിന്നാ അത് ശരിയാവൂല അല്ലേ? ചിലപ്പോ അങ്ങനെ നമ്മള് കുഞ്ചുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫ്ലൈറ്റ് കയറണം. ഫ്ലൈറ്റിൽ പൊന്നൂസ് കയറിയിട്ടുണ്ട് കേട്ടോ ചെറുതാവുമ്പോഴാണ്. എന്താണ് വിജയൻ പ്രണയാണോ? പേര് പറഞ്ഞോ. അപ്പാനിയോ? ശരത്തപ്പാനി. കുഞ്ഞു തല ഇതാവുന്നില്ല. മമ്മി അവിടെ ഇരിക്കാൻ പറ്റി വേണ്ടാണോ? അന്ന് നിന്നോ, എന്റെ കുട്ടി നിന്നോ. വിജയൻ. ഏത് വിജയന്? പിണറായി വിജയൻ. എന്താണ്? പിണറായി വിജയനോ? പിണറായി വിജയൻ. എന്താണ് അതുകൂടി പറയും? പിണറായി വിജയൻ. പിണറായി വിജയൻ സർ. പിണറായി വിജയൻ സാർ ആരാ? നമ്മളാരാ? മുഖ്യമന്ത്രി. ഓക്കെ, സമാധാനം. പിന്നെ അത് പറഞ്ഞ ബാക്കി കഥകൾ പറയാം അങ്ങോട്ടേക്ക്. പിണറായി വിജയൻ സാറിന്റെ കൂടെ എടുത്തൊരു ഫോട്ടോ, അതാണ് ഞാൻ ഫസ്റ്റ്. അത് എത്ര വയസ്സിലേക്ക് കയറിയെന്ന് പറഞ്ഞിട്ട്? 1.5 വയസ്സോ 4 മാസോ? നമ്മൾ അന്ന് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പിണറായി സാർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് നിങ്ങളെ കൂടെ വന്നതാ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു? ഞാൻ ഇവരെ കൂടെ വന്നതാണ്. അയ്യോ, നമ്മളെ കൂടെ ഒക്കെ വരും എൻ്റെ പൊന്നോ. അപ്പം അത് ഇപ്പോഴും ഓർമ്മയില്ല. അവളെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണമെന്ന്. അതിപ്പോൾ അതാ ഞങ്ങൾ January 25th നമ്മൾ പോകുന്നു. ചോറും കറിയും എല്ലാം കിട്ടും. ഇറങ്ങുമ്പോഴത്തേക്ക് അത് തിന്നാൻ കിട്ടോ? ഫ്ലൈറ്റിനുള്ളിൽ എനിക്കറിയില്ല കിട്ടുമോ. എത്ര മണിക്കൂറുള്ളതാ? എനിക്കറിയില്ല. ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും അറിയില്ല. എത്ര മണിക്കൂർ എടുക്കും? കുഞ്ഞ നമ്മള് ഡൽഹിയിൽ നിന്ന് നേരെ കാശ്മീരിലേക്ക് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റിലാണ് 1 മിനിറ്റ് കൊണ്ട്. അപ്പൊ നമ്മള് കാശ്മീരിലെ
ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അവിടുത്തെ കുറേ കാഴ്ചകളും അവിടുത്തെ ഓരോ 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 മൈന്യൂട്ടായിട്ടല്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. അവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മൾ കാണുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന കാഴ്ചകൾ എല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പൊന്നൂസ് നമ്മൾ പോകുന്നതിൻ്റെ ഡൽഹിയിലും ആഗ്രയിൽ പോകുന്നത് നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോകും, താജ്മഹലിൽ പോകും. പറഞ്ഞോ. എനിക്ക് സ്കൂളിൽ പോകുമ്പോ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താന്ന് അറിയാമോ? എന്താ വെച്ചാല് അത് എപ്പോഴും ഉണ്ടാകുമല്ലോ കേട്ടോ. എന്താ വെച്ചാല് മറ്റേ മിസ് വീഡിയോ വെച്ചതല്ലോ, അപ്പം എല്ലാ കുട്ടികളും പറയും മിസ് റൈനിന്റെ റിയന്റെ ഇത്താത്തന്റെ വീഡിയോ ഒക്കെ എല്ലാരും പറയും. അപ്പൊ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. എനിക്ക് നാളെ ഞാൻ അങ്ങനെ നിൽക്കും. ഈ രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതാണ് ഓക്കെ. നാണായിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന കളിയാണ് കേട്ടോ. ഭയങ്കര ഇപ്പൊ കുറച്ചൊക്കെ ആ ഇൻട്രോവേർട്ട് മാറുന്നുണ്ട്. പക്ഷെ എല്ലാരും ഇങ്ങനെ പുറത്തുനിന്ന് അറിയ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വരും. ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഓള് നിൽക്കുന്നതാ ഇങ്ങനെ ചമ്മലായിട്ട്. പക്ഷെ ഇപ്പൊ മോള ഒരു ഷൈ ആയിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളത് കുറെ പതിയെ മാറുന്നുണ്ട്. അപ്പൊ എല്ലാരും ഈ വീഡിയോയില് ഇവള് കളിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഓ ഇതുപോലെ തന്നെയാണ് പുറത്തുനിന്നും എന്ന് വിചാരിക്കും. പക്ഷെ പുറത്തുനിന്ന് കണ്ട ആൾക്കാർ റിയ വീഡിയോയിൽ കാണുന്ന റിയേ അല്ലല്ലോ ഇത് എന്നുള്ള സംസാരമാണ് എല്ലാവർക്കും ഉണ്ടാവുക. കാരണം ഇവിടെ അതങ്ങനാണല്ലോ, സ്വന്തത്തിൻ്റെ അടുത്ത് നമ്മളെ കൂടെ കണ്ട് നമ്മളെ അടുത്ത് എന്തും കളിക്കല്ലോ. ചിലവർക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ആള് വേറെ തന്നെ ആ ഒരു ടൈപ്പാണിത്. വെള്ളം വേണോ? എന്റെ കുട്ടി വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വെള്ളം കുടിക്കാതെ വെള്ളതാ. അപ്പൊ അങ്ങനാണ് അവള്. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷെ ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ ഹൈലൈറ്റിൽ പോയപ്പം അവള് എന്താ പറയാ ഭയങ്കര എല്ലാരോടും ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരോടും എല്ലാവരോടും നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. ഭയങ്കര അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു മമ്മ ഞാനിപ്പോൾ എൻ്റെ ചമ്മലൊക്കെ മാറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാ അങ്ങോട്ടേക്ക്. അങ്ങനെ അവൾക്ക് ആഗ്രഹമുണ്ട് അവളെ ചമ്മലും ആളെ കാണുമ്പോൾ ഉള്ള ചമ്മൽ മാറണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പതിയെ മാറ്റി. കുഞ്ഞുകുട്ടിയല്ല 10 വയസ്സായി, എന്നാലും ഞങ്ങളെ കുഞ്ഞു കുട്ടിയാണത്. ഇനിയിപ്പോൾ അത് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാരോടും പറഞ്ഞേക്ക്. ഓ എന്റെ പൊന്നോ. അപ്പൊ എല്ലാരോടും പറഞ്ഞേക്ക് എന്താണ് വേറെന്താ നമ്മള് പറയാൻ വേണ്ടി നിന്നില്ലായിരുന്നോ? മറന്നുപോയി. ശരിക്കും എന്തോന്ന് പറയാണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീട് പണി കഴിഞ്ഞു. അപ്പം ഒരു ഹോം ടൂർ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഹോം ടൂർ വേണ്ടി ആൾക്കാർ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഡയലോഗ് അറിയട്ടെ. എന്നാ സിഗ്നേച്ചർ ഡയലോഗ് പറഞ്ഞോ. ഇത് യൂട്യൂബിലോട്ട് ഞാൻ പറയാം. യൂട്യൂബിൽ ഇടാനുള്ളത് തന്നെ അത് യൂട്യൂബിൽ അതിൽ പറയണേ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.